തിങ്കൾ ചൊവ്വ ബുധൻ മുകളിൽ പോകുന്നു, വ്യാഴം വെള്ളി താഴെ വരുന്നു. ഒരു 5-6 ആഴ്ചയായിട്ട് മാർക്കറ്റിൽ നടക്കുന്നത് ഈ സെനാരിയോ മാത്രമാണ്. ഈ ഒരുപാട് ഓൺലൈൻ ആപ്പുകൾ ഇപ്പൊ നിർത്തുന്നു എന്നൊക്കെ പറയുന്നില്ലേ? ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവരൊക്കെ ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരൂ? കാരണം അടുത്ത ബെറ്റ് ചെയ്യാനുള്ള ഏരിയ സ്റ്റോക്ക് മാർക്കറ്റ് ആണല്ലോ. ഇനി വീക്കിലി ഓപ്ഷൻസ് നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ദുബായിലോട്ട് ഷിഫ്റ്റ് ആവും. 22 വയസ്സിൽ ലൈഫ് സെറ്റ് ആവുന്നു എന്നുള്ള പരസ്യങ്ങൾ ഉൾപ്പെടെ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 95% ആൾക്കാർ CA എക്സാമിൽ ഫെയിലിയർ ആവാണ്. എന്നിട്ട് CA നിരോധിക്കും. അങ്ങനെ മാർക്കറ്റ് 25,000 ആ സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 6ഉം 4ഉം ഒന്നും അടിക്കുന്നില്ല. ആ ഒരു ലെവലിൽ തന്നെ തട്ടിമുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഏറ്റവും നോർത്തിലെ ഏറ്റവും അടിപൊളി ഫെസ്റ്റിവലായ ദീപാവലി വരാണ്. ദീപാവലി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓണം എന്ന് പറയുന്ന പോലെയാണ് ദീപാവലി. മാത്രമല്ല ഇന്ത്യ മൊത്തം ഒരു ഫെസ്റ്റിവൽ സീസണാണല്ലോ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഓണാകാം, അവിടെ ദീപാവലി, അങ്ങനെ ഒരു ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ പോസിറ്റിവിറ്റി മാർക്കറ്റിന്. ആ ഒരു സമയം നോക്കി തന്നെയാണ് ഈ GST കൺസെപ്ഷൻസിന് GST കുറച്ചതും. അവരുടെ ആ ഒരു തിങ്ങാണ്. അതായത് ആളുകൾ, മിഡിൽ ക്ലാസ് ആളുകൾ ഒരുപാട് സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഫെസ്റ്റിവൽ സീസൺസിലാണ് അത് കൂടുതൽ നടക്കുന്നത്. കച്ചവടങ്ങൾ വീണ്ടും ബൂസ്റ്റ് ആയിട്ട് എക്കണോമി കുറച്ചുകൂടി ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ GSTയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ വേണം നമുക്കതിനെ റീഡ് ചെയ്യുന്നതിന്. പിന്നെ എനിക്ക് തോന്നുന്നു ചില സെക്ടേഴ്സൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് ഈ പറഞ്ഞ ഓട്ടോ സെക്ടേഴ്സ് ആയാലും കൊമേഴ്ഷ്യൽസ് ആണ് ഇപ്പോൾ കൂടുതൽ കയറുന്നത്. ഈ GSTയുടെ എഫക്റ്റ് ആയിരിക്കാം മേ ബി. ഇപ്പോൾ GSTനെ നമുക്ക് ഒറ്റയ്ക്ക് കാണാൻ പറ്റില്ല. ഒന്നാമത്തെ, ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളൊക്കെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇൻകം ടാക്സ് 12 ലക്ഷത്തിലോട്ട് സ്ലാബ് കൂട്ടി. രണ്ടാമത് RBI റേറ്റ് കട്ട് ചെയ്ത് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി EMIയുടെ ബേഡൻസ് സാധാരണക്കാർക്ക് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട്. മൂന്നാമത് CRR കട്ട് ചെയ്തുകൊണ്ട് ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെയൊക്കെ ഒരു ഫണ്ട് പമ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിലോട്ട്. അപ്പം നാലാമതായിട്ട് ഈ പറഞ്ഞ GST കട്ട് കൂടി വരികയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് നമ്മുടെ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മാർക്കറ്റ് പിടിച്ച് നിൽക്കുകയോ മുകളിലോട്ട് പോവുകയോ ചെയ്യണമെന്നുള്ളത്, എക്കണോമി ഇമ്പ്രൂവ് ആവണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കൂടി ആവശ്യം ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. മാർക്കറ്റ് മുകളിൽ പോകുമോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ചില സെക്ടേഴ്സിനെ മാത്രം ബൂസ്റ്റ് ചെയ്ത് നിഫ്റ്റീനെ പിടിച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള സെക്ടേഴ്സ് വാല്യുവേഷനിലേക്ക് പൊക്കോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് മാർക്കറ്റ്. ഉറപ്പായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സാധാരണക്കാരൻ്റെ ബൈയിങ് പവർ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധാരണക്കാരൻ്റെ ബൈയിങ് പവർ കൂട്ടുകയാണ്. അത്രയും കൂട്ടുന്നതിന് കൂടെ റേറ്റിംഗ് കുറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടി വരേണ്ടത് തന്നെയാണ്. കച്ചവടങ്ങൾ കൂടും. കൺസപ്ഷൻ തീംസ്, നമ്മുടെ ജനസംഖ്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസപ്ഷൻ തീംസ് പലതും ചിലപ്പോൾ ഗ്രോ ചെയ്തേക്കാം. അത് ഓണാകുമ്പോഴെല്ലാവരും വണ്ടി സാധനങ്ങൾ. ഇവിടെ ഒരു കേസ് ഉണ്ട്. മുൻപ് ഞാൻ പറഞ്ഞ ബീറിഷാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഇവിടെ മാറിയിട്ടില്ല. FIs കണ്ടിന്യൂസ്ലി സെല്ല് ചെയ്യുന്നു. വാല്യുവേഷൻ കംഫർട്ടില്ല. Q1 വലിയ മെച്ചമൊന്നുമില്ല. Q2 മെച്ചം ഉണ്ടാകുമെന്ന് ഒരു മാനേജ്മെൻറ്റും പറയുന്നുമില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏക നടന്ന കാര്യം GST മാത്രമാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ നോക്കിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും റെഡിയൊന്നുമല്ല. ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊന്നും റെഡിയല്ല. ഞാൻ ഓൾറെഡി 10-80% ക്യാഷായിട്ട് തന്നെ, ക്യാഷ് കമ്പോണൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരു നല്ല വാല്യുവേഷൻ കിട്ടാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയുമല്ല. പക്ഷേ ഈ ഒരു തീമിൽ ഒരു ഷോർട്ട് ടൈം കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൺസെപ്ഷൻ തീമിൽ വേണമെങ്കിൽ ബെറ്റ് ചെയ്യാവുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ഉണ്ടായാൽ, ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള കറക്ഷൻ ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. പ്രോപ്പർ റിസ്ക് വെച്ചിട്ട് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ആ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുക എന്നുള്ളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കാം. അല്ലാതെ ഇത് തിരിച്ചു വരും താഴെ പോട്ടെ അങ്ങനെ വിചാരിക്കരുത് എന്ന് മാത്രമല്ല. അത്ഭുതം നടക്കണമെങ്കിൽ US ആയിട്ടുള്ള ഇഷ്യൂസ് മാറണം. എന്നിട്ട് FIs തിരിച്ചു വരികയാണെങ്കിൽ സെനാരിയോ ഭയങ്കരമായിട്ട് മാറും. അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും ഓയിൽ വാങ്ങുന്നതുകൊണ്ടാണ് റഷ്യ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കിംവദന്തി അല്ലല്ലോ. അമേരിക്ക അങ്ങനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക കളിക്കുന്നത്. അല്ല, ഇത് ബ്ലെയിമിൻ്റെ കാര്യമല്ല, ഇതൊരു ജിയോ പൊളിറ്റിക്സ് ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ ഒറ്റ ആംഗിളിൽ മാത്രമല്ല അതിനെ കാണണ്ടേ. ഇപ്പോൾ ഇനിഷ്യൽ തുടക്ക സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഓയിൽ അവിടെ നിന്ന് വാങ്ങാനായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണ്. നമ്മൾ വാങ്ങിക്കോളാൻ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്നത്. പിന്നെ ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം ഗെയിമാണ്. ഇപ്പോൾ അമേരിക്ക US നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അപ്പോൾ അത് നിർത്താൻ പറ്റും.
അതൊരിക്കലും അമേരിക്ക നിർത്താൻ പറ്റില്ല. കാരണം അതൊക്കെ ലോങ് ടൈം എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന കാര്യമാണ്. ഇന്ത്യ ഈ യുക്രൈൻ റഷ്യ വാർ തുടങ്ങുന്നതിന് മുമ്പ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് വെറും 3% മാത്രമാണെങ്കിൽ ഒരു സമയത്ത് 40% വരെ ഇന്ത്യ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് പറയാം റഷ്യക്ക് കിട്ടുന്ന മണി എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും കൊടുക്കുന്നതാണ്, ഈ പൈസ ഉള്ളതുകൊണ്ടാണ് റഷ്യ പിടിച്ചു നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനങ്ങനെ മാത്രം റീഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വളരെ ശക്തമായിട്ടുള്ള നടപടിയെടുത്തിട്ടുണ്ട്. വില കുറവിന് ഓയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങും. അത് റഷ്യ ആണെങ്കിലും ശരി, അമേരിക്ക ആണെങ്കിലും ശരി, ഉഗാണ്ട ആണെങ്കിലും ശരി, നമ്മൾ വാങ്ങും എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധി വരെയെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ തീമിലോട്ട് തിരിച്ചു വന്നാൽ ഈ പറഞ്ഞ ഇത്രയും മെഷേഴ്സ് നമ്മുടെ ഗവൺമെൻറ് ചെയ്തതുകൊണ്ട് തന്നെ പല സെക്ടേഴ്സിനും ഇത് പോസിറ്റീവാണ്. അത് ഏതൊക്കെ സെക്ടേഴ്സ്, ഏതൊക്കെ സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് നോക്കാൻ പറ്റും. ഉറപ്പായിട്ടും ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് FMCG തന്നെയാണ്. റൈറ്റ്, ഈ പറഞ്ഞ ITC, HUL, നെസ്ലെ, ഡാബർ തുടങ്ങിയ പല സ്റ്റോക്കുകളും ഒരുവിധം നല്ല വാല്യുവേഷനിലാണ്. കാരണം ഓൾറെഡി വലിയ കറക്ഷൻസ് ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ വന്നിട്ടുണ്ട്. യൂണിലിവറൊക്കെ വീണിട്ട് തിരിച്ചു കയറുന്നില്ല. ഡാബർ നല്ല രീതിയിൽ വീണു, ITC വീണിട്ടുണ്ട്. എല്ലാ സെക്ടറും കയറിയപ്പോഴും FMCG അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ FMCG ഒരു എന്താ പറയുക, GST കുറച്ചതിൻ്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്ന ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന FMCG ആണ്. ഈ രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്ന ഒരു സെക്ടർ, നമ്മുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ വരുന്ന ഒരു സെക്ടർ ഉണ്ടല്ലോ. ഈ സെക്ടറിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ഞാൻ AC-യിലാണ് ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കാരണം AC-യുടെ GST 28% ഉണ്ടായിരുന്നത് 18%-ാണ്. വലിയ വ്യത്യാസം AC-യുടെ പ്രൈസിലുണ്ടാകും. കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ വോൾട്ടാസ്, ഹാവൽസ്, വേൾപൂൾ, ബ്ലൂ സ്റ്റാർ തുടങ്ങിയ കമ്പനികൾക്കൊക്കെ ഇതിൻ്റെ പോസിറ്റിവിറ്റി ഉണ്ടാകും. ഇനിയും ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഫാനല്ല. ഇനിയുള്ളത് ഫാൻ. ഇന്ത്യയിൽ വലിയൊരു ഹാവൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഫാൻ തീർച്ചയായിട്ടും ഇന്ത്യയിലെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ്. മൂന്നാമത് കൺസ്ട്രക്ഷൻ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഒരു പക്ഷേ ഉണ്ടാകും. സിമെൻറ്റ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സിമെൻറ്റ് നമുക്കറിയാം, അൾട്രാടെക് ഉൾപ്പെടെയുള്ള ശ്രീ സിമെൻറ്റ്, ഡാൽമിയ, ഭാരത്, അതുപോലെ തന്നെ കേബിൾസും ഇതിൻ്റെ അണ്ടറിൽ വരും. അങ്ങനത്തെ കുറേ സ്റ്റോക്കുകളിൽ ഇത് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇത്ര സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ ഏതിലൊരു AI അല്ലെങ്കിൽ ChatGPT ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതും സെർച്ച് ചെയ്താൽ മതി. ഈ സെക്ടർ വൈസ് ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ChatGPT തരും. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ, നമ്മുടെ കോഴ്സിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് എന്താണ്, ChatGPT കൂടി ഉപയോഗിച്ച് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഡീകോഡ് ചെയ്യാം, എങ്ങനെ ആഴ്ചകളോളം എടുത്ത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നമുക്കെങ്ങനെ മിനിറ്റുകളിൽ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ കോഴ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ കേബിൾസ് ആൻഡ് വയേഴ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ CapEx ആൻഡ് ഹൗസിങ്ങിൽ വരുന്ന സെക്ടേഴ്സിൽ നമുക്ക് പോളിക്യാപ്പ്, KEA ഇൻഡസ്ട്രീസ്, ഫിനോലെക്സ് കേബിൾസൊക്കെ നമ്മളെപ്പോഴും TV കാണുന്ന കുറേ പരസ്യങ്ങളൊക്കെയാണ്. ഫിനോലെക്സ് പൈപ്സൊക്കെ ഉണ്ട് അവർക്ക്. അപ്പം ഇത്തരം കമ്പനികളിലും വളരെ പോസിറ്റീവാണ്. ഇനിയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഉണ്ടാക്കാൻ പോകുന്നൊരു സെക്ടർ എന്ന് പറയുന്നത് ട്രാവൽ ആൻഡ് ടൂറിസമാണ്. ഓൾറെഡി നല്ല റാലി നടത്തിയൊരു കൺസോൾട്ടേഷൻ പീരീഡിലൊക്കെ നിൽക്കുന്നൊരു സ്റ്റോക്കാണ് ഈ പറഞ്ഞ ട്രാവൽ ആൻഡ് ടൂറിസം. പല സ്റ്റോക്കുകളിലും അത്ര നല്ല എന്താ പറയുക, വാല്യുവേഷൻ കംഫർട്ടും ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് പൈസ സേവ് ആവാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ, അപ്പർ മിഡിൽ ക്ലാസ് നമുക്ക് പറയാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്, അവരും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നൊരു കാറ്റഗറി ട്രാവൽ ആൻഡ് ടൂറിസം. പ്രത്യേകിച്ച് ആളുകൾക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയ സ്ഥിതിക്കല്ലേ അവരൊരു പക്ഷേ കൂടുതൽ ട്രാവലും ഇതൊക്കെ വരാം. അങ്ങനെ വരാണെങ്കിൽ IRCTC അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ഇന്ത്യ ഹോട്ടലിൻ്റെ അടുത്ത് കുറേ നാളായിട്ട് ഇന്ത്യ ഹോട്ടലൊക്കെ നമുക്ക് സ്റ്റിൽ ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ലൈൻ ട്രീ ഹോട്ടൽസ്, അങ്ങനെ കുറേ ഹോട്ടൽ സെക്ടേഴ്സ്, കുറേ സ്റ്റോക്കുകളുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ സ്റ്റോക്സ് ആണ് നല്ല വാല്യുവേഷനിൽ നിൽക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഓവറോൾ മാർക്കറ്റിന് ഒരു ഭയങ്കര സെന്റിമെന്റ്സ് ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് ഒരു മാറ്റമില്ല. ഞാൻ പറയുകയാണ്, ഈ സെക്ടേഴ്സ് ഈ പറഞ്ഞ GSTയിലെ മാറ്റം കൊണ്ട് മാത്രം ഒരു ഷോർട്ട് ടൈമിലേക്ക് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഈ സെക്ടേഴ്സിൽ പിക്ക് ചെയ്യുന്നില്ല. ഈ ഒരു എൻട്രി എനിക്ക് മിസ്സായാലും
കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ വാല്യുവേഷനിൽ എനിക്ക് നല്ല സ്റ്റോക്കുകളെ താഴ്ത്ത് കിട്ടുമെന്ന് എനിക്ക് ഒരുവിധം നല്ല ഉറപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യുന്നത്. ഇല്ലേ 1-2 വർഷം ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡെറ്റ് ഫണ്ടിൽ ഇട്ടാൽ മതി. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. എന്നാലും ഈ ഒരു സെനാരിയോയിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ വേണമെങ്കിൽ റിസ്ക് എടുക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ, നല്ല ബ്രേക്കൗട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ യു ക്യാൻ എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരുപാട് ഓൺലൈൻ ആപ്പുകൾ ഇപ്പം നിർത്തുന്നു എന്നൊക്കെ പറയുന്നില്ലേ? ഇപ്പം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇവരൊക്കെ ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരൂ? കാരണം അടുത്ത ബെറ്റ് ചെയ്യാനുള്ള ഏരിയ സ്റ്റോക്ക് മാർക്കറ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ അങ്ങനെ ഇപ്പോൾ ബെറ്റ് ചെയ്യണ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്ന് ബെറ്റ് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും അങ്ങനെ ഒരു രീതിയിലും ആരും വരുമോ? അങ്ങനെ ഫോറക്സിലല്ല അവർ പോവുള്ളൂ. ലീഗലായിട്ട് നടക്കുന്ന ഇപ്പോൾ ഡ്രീം 11 കളിക്കുന്ന ആൾക്കാർ ഡ്രീം 11 നിർത്തിയതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരും എന്നൊക്കെ ചുമ്മാ നമുക്ക് അവിടെ ഇവിടെ ഇരുന്ന് പറയാം എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും പുതിയൊരു ഇത് ഈ പറഞ്ഞ ഓപ്ഷൻസ് നിർത്തൂലേ, അല്ലെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വ്യാഴാഴ്ചത്തെ എക്സ്പയറി ചൊവ്വാഴ്ച തൊട്ട് മാറ്റി. ഇനിയിപ്പോൾ സെൻസെക്സും നിഫ്റ്റിയും ചൊവ്വാഴ്ച തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകൾക്ക് നഷ്ടമുണ്ട് എന്ന് വെച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് നിർത്തിക്കളയാൻ പറ്റുമോ? ഒരിക്കലും നടത്തി പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, നമ്മൾ 12th ഫെയിൽ സിനിമ കണ്ടിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് പുള്ളി 12 കൊല്ലം എത്രയോ വർഷം ഈ UPSC എക്സാം എഴുതി പാസ്സാവാൻ വേണ്ടി പാസ്സാവുന്നു എന്നുള്ളതാണ്. അപ്പം അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ പല യുവാക്കളും, നല്ല കഴിവുള്ള പല യുവാക്കളും ജീവിതം UPSCയുടെ പിന്നാലെ നടന്ന് നശിപ്പിക്കാറുണ്ട്. UPSCയിൽ പാസ്സാവുന്ന പെർസെൻറ്റേജ് 1%. അതായത് 99% ആൾക്കാർ UPSC എഴുതിയിട്ട് പരാജയപ്പെടാണ് എന്ന് വെച്ചിട്ടുണ്ട്. UPSC അവർക്ക് നിരോധിക്കാൻ പറ്റുമോ? റൈറ്റ്. അടുത്തത് CA എക്സാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ CA എക്സാമിൻ്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിവേസ് 22 വയസ്സിൽ ലൈഫ് സെറ്റ് ആവുന്നു എന്നുള്ള പരസ്യങ്ങൾ ഉൾപ്പെടെ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 95% ആൾക്കാർ CA എക്സാമിൽ ഫെയിലിയർ ആവാണ് എന്ന് വെച്ചിട്ട് CA നിരോധിക്കും. ഇനി അടുത്തത് ഞാൻ പറയാം. 90% സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ പരാജയമാണ് എന്ന് വെച്ചുകൊണ്ട് ഒരാൾ പുതിയ കമ്പനി തുടങ്ങുന്നത് ഗവൺമെൻറ്റിനെ ഉത്സാഹപ്പെടുത്തുമോ? അതുപോലെ തന്നെ സിനിമ, ആക്ടിങ് കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ എത്ര ആളുകളാണ് മോഹൻലാൽ മമ്മൂട്ടി ആവാനായിട്ട് പോകുന്നത്? എത്ര ആൾക്കാർക്ക് മോഹൻലാൽ മമ്മൂട്ടി ആവാനായിട്ട് പറ്റുന്നുണ്ട്? ലെസ് ദാൻ 1% അല്ല, ലെസ് ദാൻ 0.5%. അതായത് 100ൽ ഒരാളല്ലേ സിനിമയിലേക്ക് കയറുന്നുള്ളൂ എന്ന് വെച്ചിട്ട് സിനിമ നിരോധിക്കുന്നുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിൽ 93% ആൾക്കാർ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന, അത്രയും എഫേർട്ട് ഇടുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ വിജയിക്കുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണെന്നേ. അപ്പോൾ എങ്ങനെ അതിനെ അവർക്ക് നിരോധിക്കാൻ പറ്റും? അപ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത്? റെഗുലേറ്റ് ചെയ്യണം. റെഗുലേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏജൻസിനെ കൊണ്ടുവന്ന് അവർ റെഗുലേറ്റ് ചെയ്യും. റെഗുലേറ്റ് ചെയ്യാൻ സെബിക്ക് അറിയില്ലെങ്കിൽ സെബി ചെയ്യേണ്ടത് അതാണെന്നാണ് ഞാൻ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുകയാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ US ഡെയിലി എക്സ്പയറി ഉണ്ടല്ലേ, പല രാജ്യങ്ങളിലും ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇവിടെ റെഗുലേറ്റ് ചെയ്യാൻ അറിയില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ടാക്സ് കൂട്ടി വെച്ചിട്ടാണോ ഇവർ ട്രേഡിങ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? അതൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് പണി അറിയത്തില്ല എന്നുള്ളതാണ് ഞാൻ പൊതുവേ പറയുന്നത്. വീക്കിലി എക്സ്പയറി നിർത്താൻ പോവാണ്, അല്ലെങ്കിൽ എല്ലാം മന്ത്ലി എക്സ്പയറി ആക്കാൻ പോകണം. നിഫ്റ്റിക്ക് ഇനി വീക്കിലി എക്സ്പയറി ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ചില സ്ഥലങ്ങളിൽ കണ്ടു. അത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പിന്നിലെല്ലാവരും പറയുന്നത്, അതായത് നമ്മുടെ സ്വന്തം അംബാനി പുതിയ ബ്രോക്കർ ടെർമിനൽ, ജിയോ പുതിയ ബ്രോക്കർ ബ്ലാക്ക് റോക്കും കൂടിയാണ് പുതിയ ബ്രോക്കർ ടെർമിനലിൽ കൊണ്ടുവരാൻ പോകേണ്ടത്. അപ്പോൾ ഇവർക്ക് ഈ ചെറിയ ബ്രോക്കേഴ്സൊക്കെ പൂട്ടിപ്പോയാലാണ് ഇവർക്ക് ഒരു വിജയ സാധ്യതയുള്ളൂ. വീക്കിലി ഓപ്ഷൻസ് നിർത്തി കഴിഞ്ഞാൽ ഒരു 80% ബ്രോക്കേഴ്സിൻ്റെയും ഇൻകം കട്ടാവും. അതോടുകൂടി 90% ചെറിയ ബ്രോക്കേഴ്സൊക്കെ പൂട്ടിപ്പോകും. അപ്പോൾ പിന്നെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? വലിയ ബ്രോക്കേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എളുപ്പമായിട്ട് ജിയോയ്ക്ക് ഈ ഒരു മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യാം. വിത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഇവർ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വീക്കിലി സ്റ്റാർട്ട് ചെയ്യാം. അതെ, അതുണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അത് നമ്മൾ നല്ലത് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് അല്ലേ? ഇത് നടക്കുമെന്നറിയില്ല, ഇത് നടക്കുന്നില്ല. ഇത് നടക്കാനുള്ള പ്ലാൻ ചിലപ്പോൾ ഇട്ടേക്കാം. നമ്മൾ മറ്റേ ഓഫർ ജിയോ അങ്ങനെയാണല്ലോ എൻട്രി, അങ്ങനെയാണല്ലോ. അതായത് നെറ്റ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്താൽ എല്ലാവരും നെറ്റ് എല്ലാവരും പൊട്ടിച്ചു.
എല്ലാവരും പൊട്ടിച്ച് അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം അത് തന്നെയാണല്ലോ. ഗവൺമെൻറ് കൂടെ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം ഇതൊക്കെ ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ ഞാൻ പറയും വീക്കിലി ഓപ്ഷൻസ് ചിലപ്പോൾ നിർത്തില്ല. ഇനി വീക്കിലി ഓപ്ഷൻസ് നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ദുബായിലോട്ട് ഷിഫ്റ്റ് ആവും. US മാർക്കറ്റിൽ ദുബായിലിരുന്ന് ട്രേഡ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ 2017 ജോബ് കളഞ്ഞ ആളാണ്. 2017 ഞാൻ ജോബ് കളയുമ്പോൾ ഞാൻ അവിടെ മന്ത്ലി ട്രേഡ്സും വീക്കിലി ട്രേഡ്സും ബാങ്ക് നിഫ്റ്റി ഉൾപ്പെടെ ചെയ്തിരുന്ന ആളാണ്. ഓപ്ഷൻ സെല്ലിംഗ് വളരെ നന്നായിട്ട് ചെയ്തതാണ്. നമ്മൾ നല്ലൊരു പ്രൊഫഷൻ കളഞ്ഞുകൊണ്ട് ഈ ഒരു മേഖലയിൽ നമ്മൾ സക്സസ്ഫുൾ ആയതിനു ശേഷമാണ് നമ്മൾ ജോബ് കളയുന്നത്. എന്നെ കൂട്ട് ഈ മേഖലയിൽ സക്സസ്ഫുൾ ആയതിനു ശേഷം ജോബ് കളഞ്ഞ ഒത്തിരി ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവർ ഫുൾ ടൈം ട്രേഡേഴ്സായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കേരളത്തിലുള്ള ആളുകളെയും കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകളെയും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇവർ തിരിച്ചെന്ത് ചെയ്യണം? ഇവർ തിരിച്ച് ജോലിക്ക് പോകണം എന്നാണോ പറയുന്നത്? ഇത് കരിയറാക്കി എടുത്ത് ഇത് പ്രൊഫഷനാക്കി എടുത്തിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പം ഇത് റെഗുലേറ്റ് ചെയ്യുന്നതിന് പകരം ഇവർ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് ഇത് അവൈലബിൾ ഉള്ള നമ്മുടെ മെത്തേഡ്സ് വർക്ക് ചെയ്യുന്ന US മാർക്കറ്റിലോട്ട് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ വിട്ട് നമ്മൾ അങ്ങനെ തന്നെ ദുബായിലോട്ട് ഷിഫ്റ്റായിട്ട് ദുബായിലിരുന്ന് US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാനിങ്. സോ അത് തന്നെയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ നിങ്ങളും കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ പല ആൾക്കാരും ഫുൾ ടൈം ട്രേഡേഴ്സൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യും. ഞങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ സിംഗ് ഇൻട്രാഡേ ക്വിറ്റ് ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും? അത് പറ്റില്ലല്ലോ. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം, ഇൻകം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഈ ഓപ്ഷൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വീക്കിലി നിർത്തിയപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ദുബായ് കുറേ ആളുകളെ എഫക്ട് ചെയ്തിട്ടുണ്ട്. പലരും ദുബായിലോട്ട് ഷിഫ്റ്റായി ഫോറക്സിലോട്ടൊക്കെ മാറിയ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഡെയിലി എക്സ്പയറി ഉണ്ടെന്നേ. നമുക്ക് ദുബായി പോയിരുന്ന് ഡെയിലി എക്സ്പയറി ചെയ്യാൻ അടിപൊളിയായിട്ട് അത് മതിയില്ലേ? ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരാഴ്ചയുടെ ഫസ്റ്റ് ഡേ ആണ് തിങ്കളാഴ്ച. ഇന്ന് അത്യാവശ്യം ഒരു പോസിറ്റീവാണ് മാർക്കറ്റ് കറൻറ്റ്ലി നിൽക്കുന്നത്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴേക്കും എങ്ങനെയാണ് ആ ഒരു ബെയറിഷ്നെസ് ആയിരിക്കും നിഫ്റ്റിയിൽ ഉണ്ടാവുക? അതോ പല സെക്ടേഴ്സിൽ കയറും? ഈ ആഴ്ചത്തെ ഞാൻ നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച അവധിയാണ്. ഇന്നിപ്പോൾ കുറച്ച് പോസിറ്റീവായിട്ട് 25,000 എത്തി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 25,000 ബ്രേക്ക് ചെയ്ത് ഇന്നും നാളെയും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കുറച്ച് പോസിറ്റീവിൽ നിന്നിട്ട് വ്യാഴാഴ്ച തിരിച്ച് പഴയ പോലെ വ്യാഴം വെള്ളിയും തിരിച്ച് താഴെ വരാനാണ് സാധ്യത. ഇത് തന്നെയല്ലേ, തിങ്കൾ ചൊവ്വ ബുധൻ മുകളിൽ പോകുന്നു, വ്യാഴം വെള്ളി താഴെ വരുന്നു. ഒരു 5-6 ആഴ്ചയായിട്ട് മാർക്കറ്റ് നടക്കുന്നത് ഈ സെനാരിയോ മാത്രമാണ്. അപ്പോൾ അത് തന്നെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും. അതനുസരിച്ചുള്ള പക്ഷേ താഴത്തോട്ട് ട്രേഡ് ചെയ്യാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് രാവിലെ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടി. ഇന്ന് രാവിലെ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നല്ല ട്രേഡിൽ തന്നെ ബൈങ് അക്കൗണ്ടിൽ തന്നെ 25,000 പ്രോഫിറ്റൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് വലിയ മൂവ്മെന്റ്സ് ഒന്നും അത് കഴിഞ്ഞിട്ട് മുകളിൽ 25,000 പ്രോഫിറ്റൊക്കെ നമ്മൾ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ള ട്രേഡൊന്നും ഞാൻ പിടിച്ചില്ല. എനിക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ അത്ര കോൺഫിഡൻസ് ഇല്ല. സോ അതുകൊണ്ട് മുകളിലോട്ടൊന്നും ട്രേഡ് ചെയ്തിട്ടില്ല. താഴത്തോട്ടുള്ള ട്രേഡ് എൻട്രി വരുമ്പോൾ മാത്രം ബൈയിൽ ട്രേഡ് ചെയ്യാം. സെല്ലിംഗ് അക്കൗണ്ടിൽ ട്രേഡ് ഉണ്ട്, അത് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമേറ്റഡ് ട്രേഡ്സും കാര്യങ്ങളാണ് പോകുന്നത്. അത് അങ്ങനെ തന്നെ പോട്ടെ. എനിക്ക് വിക്സ് ഒക്കെ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. 12 ആയി വരുന്നുണ്ട്. അതിൻ്റെ അകത്തൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. വിക്സ് അടുത്ത കാലത്ത് കൂടുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും നോക്കാം. പക്ഷെ ട്രേഡ് ചെയ്യാൻ നല്ല മാർക്കറ്റാണ്, കുഴപ്പമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഓവറോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി വീക്കെൻഡ് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ തിങ്കൾ ചൊവ്വ ബുധനില്ല, വ്യാഴം വെള്ളി താഴെ വരുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ സെബിയുടെ പുതിയ അപ്ഡേറ്റ്സുകൾ ട്യൂസ്ഡേ ആയിട്ട് മാറ്റുന്നത് നെക്സ്റ്റ് വീക്ക് തുടങ്ങിയാണ് അല്ലേ, സെപ്റ്റംബർ 1st വീക്ക് തുടങ്ങിയാണ്. അതുപോലെ തന്നെ വീക്കിലി എക്സ്പയറി നിർത്താൻ പോകുന്നു, എല്ലാം മന്ത്ലി ആക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കേട്ട് വരുന്നു. പക്ഷേ ഇതുവരെ സെബിയുടെ കൺഫർമേഷൻ വരിക. പക്ഷെ ഒരുപാട് ബ്രോക്കേഴ്സ് ഒന്നും സമ്മതിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഇവരുടെ ഇന്റേണൽ ഉദ്ദേശം ഇതായിരിക്കണം. നമ്മുടെ ജിയോ, ബ്ലാക്ക് റോക്കിന്റെ ജിയോ ഒന്ന് ഞാനൊരു സിനിമയോട് പറഞ്ഞതാന്ന് തോന്നാലും നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും സ്വിങ്ങിലെ ചില സെക്ടേഴ്സിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ GST ഫെസ്റ്റിവൽ, ദീപാവലി എന്നൊക്കെ രീതിയിൽ ചെറിയ എടുക്കുന്നത് തെറ്റില്ല. അപ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്യുക. ഒരുപാട് കോൺഫിഡൻസ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്തെങ്കിൽ ഇന്ന് മോളിൽ പോകുന്ന വിചാരിച്ച് ഇങ്ങനെ കൺസെപ്ഷൻ തീമിലുള്ള ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് ഗ്രൂപ്പിലും കൂടി ഇടുകയാണെങ്കിൽ ഞാൻ എൻ്റെ കമന്റ് വേണമെങ്കിൽ ഗ്രൂപ്പിൽ തരാവുന്നതാണ്. എപ്പോൾ ബൈ ചെയ്യണം എപ്പോൾ സെല് ചെയ്യണമെന്നല്ല, അതിൻ്റെ വാല്യുവേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടോ ഓപ്പൺ ഡിസ്കഷൻ ആവാം. തീർച്ചയായിട്ടും. അപ്പോൾ വീണ്ടും ഒരു അടുത്ത പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.